ഇതൊരു തക്കാളിക്കറിയാണ് കേട്ടോ. തക്കാളിക്ക് നല്ല വിലയാണ്. ഇത് വില ഇല്ലാത്തപ്പോൾ വാങ്ങിയ തക്കാളിയാണ്. വില ഇല്ലാത്തപ്പോൾ വാങ്ങിയ തക്കാളിയാണ്. എന്നാലും മീനാണ് നല്ല വിലയാണ്. അപ്പോൾ തക്കാളി കുറച്ചുണ്ട് കണ്ടോ, ഒക്കെ പഴുത്ത് പോയി. അപ്പോൾ തക്കാളിക്കറി വെക്കുകയാണ്. എളുപ്പത്തിലൊരു തക്കാളി കറി അങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ. നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പുകയും അടുപ്പില്ല, അതാണ് മാറി മാറി പോകുന്നത്. നല്ല സുഖമുണ്ട് തണുപ്പത്ത്. എന്താ തണുപ്പറിയോ? അയ്യോ തലവേദനയും വയ്യായും. പോകണ്ട കണ്ണിൽ കുത്തുക. ചെറുപ്പത്താണ് അടുപ്പിൽ ചോട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് തേങ്ങ ചിരകിട്ടിട്ട് കേട്ടോ. എന്താ തണുപ്പ് അടുപ്പിൽ ഇത് നിർത്തിയാ തലവേദന തണുപ്പ് കാരണം. എന്തൊരു തണുപ്പാ. കൈ അടുപ്പിലൂടെ കൊണ്ടിടണ്ട. ആ തണുപ്പിന് കൊണ്ട് രാവിലെ വെച്ച് തണുപ്പിലുള്ള തീ കത്തുമ്പോൾ ഇങ്ങനെ കൊണ്ട് വയ്ക്കണം. തിരക്കാലം കൊണ്ട് കത്തിയാണ് അടുപ്പ്. ചെറിയൊരു മുറി തേങ്ങ കേട്ടോ. അത് നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് തക്കാളി കറി വയ്ക്കാം. 2 സവാള, ഒരു 4 തക്കാളി നന്നായി അരിഞ്ഞു വേണ്ട, പൊടി പൊടിയായി അരിഞ്ഞിട്ട്. അച്ഛൻ ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 2 കറിവേപ്പില, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, തണുപ്പായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നന്നായി തിരുമ്മ എരിയും. ചെറുതായിട്ടൊക്കെ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ, എണ്ണ കുറയ്ക്കാണ്. ഇനി മുഖം കഴുകിയല്ലോ. ആവശ്യത്തിന് ഉപ്പ് ഇടാൻ മറന്നു. ഉപ്പിടാൻ മറന്നു. ഭാഗ്യം ഓർമ്മ വന്നത്. ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കുക. വേഗട്ടെ. തക്കാളി ഉള്ളിയും എന്താ നോക്കട്ടെ. ഓ നന്നായി വന്നു കേട്ടോ. ഇനി ഇവിടെ തേങ്ങ അരച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന്. ചാറ് വേണ്ട. ചപ്പാത്തിക്ക് പറ്റും, പൊറോട്ടയ്ക്ക് പറ്റും, ബിരിയാണിക്ക് പറ്റും, എല്ലാത്തിനും പറ്റിയ കറി. ചോറിൻ്റെ കൂടെയാണ് ഇപ്പോൾ വയ്ക്കുന്നത്. അത് മാത്രം പറഞ്ഞില്ലേ. ചെറുതായിട്ട് തിളക്കട്ടെ. ദോശയ്ക്ക് പറ്റും, ഇഡ്ഡലിക്ക് പറ്റും. തേങ്ങ ഒഴിച്ചിട്ട് തിളച്ചു. ഇനി ഇറക്കട്ടെ. താളിച്ചൊഴിക്കാം. ചൂടാവട്ടെ കേട്ടോ. ചീണ്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുക്, വറ്റൽമുളക്, 6 ചെറിയ ഉള്ളി വട്ടത്തിലേക്ക്, കറിവേപ്പില,
നന്നായി മൂത്ത് വരട്ടെ. ആരെ കുഞ്ഞു പോയി അരിഞ്ഞിരിക്കുന്നു? അച്ഛൻ വാ, ഭയങ്കര ചെറുതായി അരിഞ്ഞിരിക്കുന്നു. സ്പേസിലായി. ഒരു തുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തോ? ഓഫ് ചെയ്തു. തക്കാളിക്കറി, തക്കാളി ഉള്ളി ഇടൂ. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. മുതിര വറുക്കണം കേട്ടോ. മുതിര ഉപ്പേരി വയ്ക്കാം. ഇപ്പം തണുപ്പ് കാലമല്ലേ, തണുപ്പായിട്ട് മുതിര കഴിക്കാൻ നല്ല സുഖം. പിന്നെ മുതിര ഉപ്പേരി വയ്ക്കാം കേട്ടോ. ഞാൻ കഴുകി വറുത്തിട്ട കഴുകി കുറച്ച് ഉപ്പിടുക. എല്ലാവർക്കും വെക്കാൻ അറിയാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. 4 വിസിൽ വരട്ടെ. 4 വിസിൽ വരട്ടെ. ഓ, മുതിര വന്നു കൂട്ടാ. നമ്മുടെ താളിച്ചെടുക്കുക വേണ്ട. ചൂടാക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ചൂടാവണമെങ്കിലോ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക്, കറി, സവാള, പച്ചമുളക്. ഉള്ളി മൂത്ത് വരട്ടോ. ഉള്ളി മൂത്തൊന്ന് മുതൽ ഇട്ട് കൊടുക്കും. നല്ല മുതല കേട്ടോ. ചിലതിൽ അങ്ങനെ കല്ലുണ്ടാവും. ഒരു കല്ല് പോലും ഇല്ല. വിശക്കണൊക്കെ തന്നെ. ചോറ് തരാം. കൈ കഴിയിട്ട് വാ. കഴിക്കാം. ചോറ് തട്ടെ. പിന്നെ നല്ല ചൂട് ചോറിനൂടെ മുതിരപ്പേരി. പിന്നെ നമ്മുടെ തക്കാളി ഉള്ളിയും കറിയിട്ടാ സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. മിക്കവരും വെക്കും, വെച്ചില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. നൂഡിൽസ് പോലത്തെ ഉള്ളി. നല്ല ടേസ്റ്റ്. നല്ല തണുപ്പത്ത് ചൂട് ചോറിന് നല്ല ടേസ്റ്റ് അല്ലേ? ഉള്ളിക്കറിയാണോ തക്കാളി കറിയാണെന്ന് ചെറിയ ഡൗട്ടുണ്ട്. രണ്ടും. അത് നീ കഴിക്ക്. നല്ല മട്ടരി ചോറും. സൂപ്പർ കറി. സൂപ്പറായിട്ടില്ലേ? ഒന്നും പറയാനില്ല. അപ്പം അടിപൊളി. എനിക്കത് വയ്ക്കാം. അതെ. അപ്പം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ. പോയി.